ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലൈ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിലമ്പൂരാണ്. നമ്മൾ സൈറ്റിൽ ഇങ്ങനെയാണ്, നമ്മൾ വാക്യൂം ക്ലീനർ വെച്ചിട്ടാണ് ഡ്രില്ല് ചെയ്യുന്നത്. ഒരു പൊടി പോലും നിലത്ത് വീഴാത്ത രീതിയിലാണ് കസ്റ്റമറെ നമുക്ക് വർക്ക് തന്നിട്ടുള്ളത്. ഏകദേശം നമ്മൾ 100 കിലോമീറ്ററോളം 70 ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ സൈറ്റിൽ വന്നിട്ടുള്ളത്. പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എവിടെയൊക്കെ വർക്ക് എടുക്കുന്നുള്ളത്. ഓൾമോസ്റ്റ് ഓൾ കേരള നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. ഏത് തരം കേർട്ടൻസ് ആണെങ്കിലും ബ്ലൈൻഡ്സ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിതിൽ ആഡ് ചെയ്യുന്ന ഈ വീഡിയോ നമ്മൾ റോളർ ബ്ലൈൻഡ്സ് ആണ് വിത്ത് മോട്ടർ, റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ റോളർ ബ്ലൈൻഡ്സ് ആണ് ഈ കാണുന്നത്. ഇതുപോലുള്ളത് ഈ കാണുന്ന ലോങ് കേർട്ടൻസ്, അതുപോലെ റോമൻ കർട്ടൻസ്, ഏത് തരം കർട്ടൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ പലർക്കും ഉള്ള ഡൗട്ടാണ് ഇതെങ്ങനെയാണ് അഴിച്ചു വെക്കുക എന്നുള്ളത്. മിക്കവാറും കേർട്ടൻസ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫിറ്റ് ചെയ്ത് പോവാറുണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എങ്ങനെയാണ് ഇത് കഴിച്ച് എടുത്തു വെക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല. അത് ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഇത് ക്ലിപ്പ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് എടുക്കുക. ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് ഇതിവിടെ ക്ലിപ്പാവും. പ്രസ് ചെയ്യുന്ന സമയത്ത് അല്പം മുകളിലേക്ക് ഉയർത്തി പിടിച്ചിട്ട് വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് ഊരുന്ന സമയത്ത്, അഴിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ അടിഭാഗം അല്പം പുറത്തേക്ക് വലിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെങ്ങനെ എടുത്താൽ സിമ്പിളായിട്ട് ഇത് ഊരി വെക്കാനും അതുപോലെ തന്നെ ആർക്കും ഇത് ഇടാനും പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഇതുപോലുള്ള ബ്ലൈൻഡ്സ്, അതുപോലെ തന്നെ ലോങ് കർട്ടൻസ്, റോളർ കർട്ടൻസ്, റോമൻ ബ്ലൈൻഡ്സ് അതുപോലുള്ളത് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിൻലി നമ്മളിപ്പോൾ വയനാട്, മലപ്പുറം, കാലിക്കറ്റ് ഏരിയകൾ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എങ്കിലും കർട്ടൻസ് ഒരുവിധം ഏരിയകളിലൊക്കെ നമ്മൾ ഓൾ കേരള ചെയ്തു കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മലബാർ ഏരിയയിലാണെങ്കിലും ഒരുവിധ ഏരിയയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേർട്ടൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് എക്സ്പെൻസീവ് അല്ലാതെ ഒരു കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റിയ ബ്ലൈൻഡ്സിൽ പെട്ടതാണ് സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏകദേശം ഒരു 30ഓളം വെറൈറ്റി സീബ്ര ബ്ലൈൻഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിവിടെ ചെയ്തിട്ടുള്ളത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈനാണ്. എങ്കിലും നിങ്ങൾ ഈ കാണുന്ന ഡിസൈനുകളൊക്കെ ഇതിൽ വരുന്ന വെറൈറ്റി ഡിസൈനുകളാണ്. ഈ കാണുന്ന ഡിസൈൻ കോമൺ ആയിട്ട് പോകുന്ന ഡിസൈൻ ആണെങ്കിലും വളരെ ഭംഗിയുള്ള, ഒരുപാട് വീടുകളിലൊന്നും കാണാത്ത 1-2 ഡിസൈനുകളാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അവരുടെ ബഡ്ജറ്റൊക്കെ അനുസരിച്ചിട്ട്, അതുപോലെ ലൊക്കേഷനിലുള്ള കളർ തീമൊക്കെ അനുസരിച്ച് വിവിധ തരത്തിലുള്ള കളറുകളിലുള്ളതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരുന്ന റോളർ ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ സീബ്രകൾ ഒരു 13 എണ്ണം അല്ലെങ്കിൽ ഒരു 15 എണ്ണം ഒക്കെ ഫിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വരുന്നത് വെറും 15 മിനിറ്റ് സമയം മാത്രമാണ്. ഒരു സൈറ്റിൽ പോയിട്ട് അവിടെ കറണ്ട് ഇല്ല എന്ന കാരണം കൊണ്ട് ഞങ്ങൾ വർക്ക് നിർത്തി വെക്കേണ്ടി വരില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസും കോഡ്ലെസ് ടൂൾസാണ്. വയറുകളില്ലാത്ത ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, ലിഥിയം ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന നല്ല ലൈഫുള്ള ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാവും ഒരു സൈറ്റിൽ ഫിറ്റിങ്ങിന് വരുന്ന സമയം ഇത്രയാണ് എന്നുള്ളത്. വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള ബ്ലൈൻഡ്സുകൾ അല്ലെങ്കിൽ റോളറുകൾ, സീബ്രകൾ ചെയ്യുന്നത്. നമ്മുടെ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് ഒരേ കമ്പനിയിൽ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത്. ആ മെറ്റീരിയലിന് ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെയാണ് പുതിയൊരു കമ്പനി പരീക്ഷിക്കാതെ അതേ കമ്പനിയിൽ നിന്ന് തന്നെ വീണ്ടും സാധനങ്ങൾ എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിന് എല്ലാ തരത്തിലുള്ള സർവീസ് സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞാലും നമ്മൾ അവിടെ പോയിട്ട് തീർത്ത് കൊടുക്കാറുണ്ട് കസ്റ്റമർക്ക്. കസ്റ്റമേഴ്സ് അതാണ് കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ ഓരോ ബ്ലൈൻഡ്സും അല്ലെങ്കിൽ കേർട്ടൻസും ഫിറ്റ് ചെയ്തിട്ട് അത് ഞങ്ങൾ ഉറപ്പ് വരുത്തും പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓരോന്നും ഞങ്ങൾ ഇതുപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം അത്
ആക്സസ് ചെയ്യും. അത് കറക്റ്റാണോ അത് വർക്ക് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആ സൈറ്റിൽ നിന്നും പോരാറുള്ളൂ. ഓക്കെ, ഈ കേർട്ടൻസ് ഓക്കെ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് കയറ്റിയിടും.